സോമൻ. പൊന്നുമംഗലം വാർഡിലെ 147 നമ്പർ ബൂത്തിലെ മുൻ പ്രസിഡൻ്റാണ്. എൻ്റെ കുറുക്കിൽ ഇവിടെ ഇങ്ങനെ തടിയാണ് അടിച്ച് പാട് കണ്ടോ ഈ പാട്. അത് പോയിട്ട് നെഞ്ചിൻ്റെ പൂട്ടിലിടിച്ചത് MR ഗോവൻ്റെ മകനാണ് ഇടിച്ചത്. എന്നിട്ട് കണ്ണിനെ ഇടിച്ച് കലക്കി കളഞ്ഞു. കണ്ണിൻ്റെ എനിക്ക് കണ്ണ് കണ്ടുകൂടാ, കണ്ണിനെ ഇടിച്ച് കലക്കി കളഞ്ഞു. അത് പോയിട്ട് എൻ്റെ കിഡ്നിയുടെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് അടിയാണ്. ഈ ഭാഗത്തും അടിയാണ്. എൻ്റെ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത്, ഈ ലാപ്പുറത്ത് വയറ് കംപ്ലീറ്റ് അവിടെ അടിയാണ് കംപ്ലീറ്റ്. ഒരു സ്ഥലമില്ല ഇനി എൻ്റെ ശരീരത്തിൽ. ഇനി കുനിയാനും വയ്യ, നൂരാനും വയ്യ. നട്ടല് തോറും യശതോറുമാണ് അവർ എന്നെ കംപ്ലീറ്റ് അടിച്ചു കളഞ്ഞത്. നട്ടല്ലിൻ്റെ എന്നിട്ട് നെറ്റിതാണ്ട് ഇവിടുത്തെ അടി ഇങ്ങനെ അടി തലയിൽ അവിടെ അടിയാണ് തലയിൽ. ഞാൻ നൗഷാദ്, നേമം നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് സേവാദൾ മുൻ പ്രസിഡൻ്റാണ്. തിരുവനന്തപുരം പാർലമെൻറ്റിൽ നേമം നിയോജകമണ്ഡലത്തിലെ നേമം മണ്ഡലത്തിലെ പൊന്നുമംഗലം വാർഡ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായിട്ടുള്ള ഒരു വാർത്ത, തീർത്തും വ്യാജമായ വാർത്ത, അതായത് സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഈ കഴിഞ്ഞ 4-ാം തീയതി, ജൂൺ മാസം 4-ാം തീയതി തിരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ വോട്ടെണ്ണൽ ദിവസം നടന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരാൻ നിർബന്ധിതനായത്. അതായത് തിരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമാകുന്നതിന് മുമ്പ് കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിലൊരു ആദിയും ആപരാധിയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രിയങ്കരനായ ശശി തരൂർ ജയിക്കുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഭാഗ്യവശാൽ അവസാന ലാപ്പിലായപ്പോൾ അദ്ദേഹം ജയിക്കും എന്ന ഉറപ്പിന്മേൽ 15,000 വോട്ട് ലീഡ് വാങ്ങി അതിൻ്റെ മേളിലോട്ട് കടക്കുന്ന സന്ദർഭത്തിൽ ഇനി കൂടുതലായ വോട്ടുകൾ എണ്ണാനില്ല എന്നുള്ള സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് പൊന്നുമംഗലം വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ, അതായത് KSU യൂത്ത് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയിലുള്ള പ്രവർത്തകർ വിജയാഘോഷ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ കാരക്ക മണ്ഡപത്തിൽ നിന്നും മേലാങ്കോട് വഴി ഇങ്ങനെ വരികയായിരുന്നു. മേലാങ്കോട് വഴി വരുന്ന സന്ദർഭത്തിൽ ശ്രീ സോമനുമായി കണ്ടുമുട്ടുകയും സോമനും ഞാനുമായി കുറേ സമയം അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു. ഈ സന്തോഷം പങ്കിടാൻ വരുന്ന ആഹ്ലാദ പ്രകടനക്കാർ അതുവഴി വരും, അതിനെ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. എന്നാൽ അവരങ്ങോട്ട് വരികയോ അവരെ കാണാനോ നമുക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ മേലാങ്കോട്ട് നിന്നും പൊന്നുമംഗലത്തോട്ട് കുരുമി ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ പൊന്നുമംഗലം വാർഡ് കൗൺസിലർ ഗോപൻ്റെ വീട് തിരിയുന്നതിൻ്റെ ഭാഗത്തായി ഇറക്കത്ത് വെച്ച് നോക്കുമ്പം ഒരു കൂട്ടം ആയുധധാരികൾ ഗോപൻ്റെ മകൻ്റെ നേതൃത്വത്തിൽ, മകൻ കയ്യിൽ വലിയൊരു വാളായിരുന്നു. ആ വാളോടുകൂടി തൊട്ടടുത്ത് നിന്ന സുഹൃത്തുക്കളുടെ കയ്യിലും വാളുകളും അതുപോലെ തന്നെ ദണ്ടുകളും മാരകായുധങ്ങളായ കമ്പി, അതുപോലെ കല്ലുകൾ, ചിലരുടെ കയ്യിൽ കല്ലുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ അപ്സെറ്റായി, എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ആയി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഓടി ഞങ്ങളുടെ അടുത്ത് വരികയും എന്നെ വാളോങ്ങി എന്നെ വലയം വെച്ചുകൊണ്ട് എൻ്റെ മുതുകിലിടിക്കുകയും ഒപ്പം എൻ്റെ ബാക്കിൽ നിന്നിരുന്ന ശ്രീ സോമൻ നമ്മുടെ ബൂത്തിൻ്റെ പൊന്നുമംഗലം വാർഡിലെ 147 നമ്പർ ബൂത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സജീവ കോൺഗ്രസ് പ്രവർത്തകനും സീനിയറായിട്ടുള്ള ഒരു സിറ്റിസനും ഒക്കെയാണ്. സോമൻ വളരെ ആക്റ്റീവായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം ഈ വാർഡിൻ്റെ 147, 146, 144 എന്നീ 3-4 ബൂത്തുകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ മേലാങ്കോട് ആ മേഖലയിലൊക്കെ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളും അഭ്യർത്ഥനയൊക്കെ അദ്ദേഹം വളരെ സജീവമായ ആ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുകയും വെക്കുകയൊക്കെ ചെയ്ത് ഒരാളാണ് എന്നോടൊപ്പം, നമ്മുടെ പ്രവർത്തകരോടൊപ്പം. അപ്പോൾ ഇതൊക്കെ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിവുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടന്നു വരുമ്പോഴാണ് ഞങ്ങളിങ്ങനെ ആക്രമിക്കുകയും സോമൻ അതിദാരുണമായ രീതിയിൽ എന്നെ വളരെ കുറച്ചൊക്കെ മാത്രമേ എന്നെ അടിച്ചുള്ളൂ. ഒരു 5-6 ഇടി കല്ലുകൊണ്ടും അതുപോലെ എൻ്റെ മുതുകിലും തലയിലൊക്കെ ഇടിച്ചതൊഴിച്ചാൽ. പക്ഷേ സോമനെ വണ്ടിയിൽ നിന്നും വലിച്ച് താഴെയിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോയി ഒരു മൂലയിലിട്ട് അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും
എന്നെ ആയുധം കൊണ്ട് വളഞ്ഞു വെക്കുക. 4-ാം തീയതി പൊന്നുമംഗലത്ത് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 5-ാം തീയതി മറുനാടൻ മലയാളി കൊടുത്ത വാർത്ത തീർത്തും സത്യസന്ധമല്ല. സത്യമറിയാനുള്ള ജനങ്ങളുടെ അവകാശം ലംഘിക്കുകയും നിരപരാധികൾ ആ വിഷയത്തിൽ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന വാർത്തയാണ് വളച്ചൊടിച്ച് കൊടുത്തിട്ടുള്ളത്. അത് തീർത്തും അപലപനീയമാണ്. മറുനാടൻ മലയാളി പോലുള്ള ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ ഇത്തരത്തിലുള്ള വാർത്ത കൊടുത്തത് ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയും മതവിവേചന വർഗീയ മൂവ്മെൻറ്റുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രീതിയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നെ വഴിചെറുത്ത് മാരകായുധങ്ങളുമായിട്ട് എന്നെയും എൻ്റെ സുഹൃത്തിനെയും വളരെയധികം ക്രൂരമായി പിള്ളേർ മാമ എന്ന് വിളിച്ചുകൊണ്ട് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പയ്യന്മാരാണ് ഞങ്ങളെ മാരകായുധങ്ങളുമായിട്ട് നേരിടുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിഷമമില്ല, ഒരു വേദനയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും അധികം വേദന എന്ന് പറയുന്നത് എന്നെ ഒരു മത തീവ്രവാദി എന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചതാണ്. കാരണം ഈ പറഞ്ഞ ആളിന്, അതേ വ്യക്തിക്കും അവരുടെ ഭർത്താവിനൊക്കെ അറിയാം ഞാൻ എത്തരത്തിലുള്ള ആളാണ്, ഞാൻ എങ്ങനെയാണ് അവരോടും മറ്റ് ഇതര സമുദായക്കാരോടും പെരുമാറുന്നത്. എൻ്റെ ബാല്യം മുതൽ ഈ 60 വയസ്സ് കാലഘട്ടം വരെ ഞാൻ എങ്ങനെ പെരുമാറി എന്നുള്ളത് അവർക്കറിയാം. ഞാൻ എല്ലാ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് ഖുർആൻ, ബൈബിള്, മഹാഭാരതം, ഖുറാനിക് എൻസൈക്ലോപ്പീഡിയ അടങ്ങുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഞാൻ വല്ലപ്പോഴും ഒക്കെ 1-2 പേജൊക്കെ വായിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ അത്യാവശ്യം സമൂഹത്തിൽ എന്തൊക്കെ സന്ദേശങ്ങൾ, നല്ല സന്ദേശങ്ങൾ കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുകയും അത് സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ പ്രാവർത്തികമാക്കുന്നതിലേക്ക് വേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ആ വേദന തീർത്തും അത് എന്നെ വിട്ടുമാറാത്തൊരു വേദനയാണ്. എന്നെ മത തീവ്രവാദി ആക്കാൻ ശ്രമിച്ച ആ പദപ്രയോഗം, ആ വേദന എന്നെ വിട്ടുമാറാത്തൊരു വേദന എന്നിൽ നിലനിൽക്കും.